പ്രേക്ഷകരെ, ഇത് ഞങ്ങൾ കപ്പ ഇടുന്ന വീഡിയോ കേട്ടോ. മാമതാ കേട്ടോ, ഞങ്ങൾ കപ്പ എടുക്കണ കേട്ടോ. ഫസ്റ്റ് ഇതിൽ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വലിയ കപ്പ കേട്ടോ അത്. ഇതാ ഞങ്ങൾ പറക്കിനൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൈക്കോട്ട്, മാമൻ്റെ കൈക്കോട്ട്, ഇതൊക്കെ ഒരാളുടെ അടക്കുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ പറിക്കാൻ പോകുന്ന കപ്പ. ഇതിൻ്റെ തുഞ്ചൊക്കെ വെട്ടിക്കെടുക്കുക കേട്ടോ. ആ പേരൊക്കെ ചെറിയ പേരൊക്കെ ഞങ്ങൾ വീഡിയോയിൽ നിന്ന് മേടിച്ചതാട്ടോ. അത് ഞങ്ങൾ ഇന്നതിൻ്റെ കുരു കേട്ടോ, അവിടെയുള്ള കുരു നട്ടപ്പം ഉണ്ടായതാണ്. അപ്പോൾ ഇതാ പറക്കി കേട്ടോ. ഇതിൻ്റെ തുഞ്ചൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അവിടെ കണ്ടോ ചെറുതായിട്ട് കണ്ണ് ഇതൊക്കെ ഉണ്ടോ, വലുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പം നോക്കാം. വലിയതാണെന്ന് തോന്നുന്നല്ല. നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേയോ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. തുഞ്ചമട്ടി കഴിഞ്ഞുള്ള ഭാഗ നമ്മൾ നടാനെടുക്കുക കേട്ടോ ചെയ്യുക. ഞങ്ങളിത് ചാണകപ്പൊടി ഇട്ടിട്ടോ ആക്കല്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാൻ ചാണകപ്പൊടി ഇട്ടാൽ കയ്പ്പാകും എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ കുറേയൊക്കെ ചാണകപ്പൊടി ഇട്ടിട്ട് ഞങ്ങൾ തിന്നിട്ട് കയ്പ്പൊന്നുമില്ല. ഇതും അതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ടിട്ടാക്കാം കേട്ടോ. നല്ല ചാണകപ്പൊടി ഇട്ടാൽ നല്ല കപ്പ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പം നിങ്ങൾക്കും കാണാം. നിങ്ങളെ വീട്ടിൽ കപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കപ്പ വലിയ കുറേ ഉള്ളൊക്കെ കിട്ടിയണമെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. വലിയ കപ്പ കേട്ടോ, നിങ്ങൾ കാണില്ലേ, നല്ല വലിയ ഉണ്ട്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് മതി കേട്ടോ. വലിയ കുറേ ഉണ്ട്. എൻ്റെ കൈനെക്കാട്ടും ഇച്ചിരി വലിയതാട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൈയുള്ളൂന്ന് തോന്നുന്നു. അപ്പം ഇത്ര ഉണ്ട്. നമുക്കിനി ഇതൊക്കെ ഇതാക്കണം. ഇനിയിപ്പോൾ തുഞ്ച് നടണം. അതിന് ഞങ്ങൾ ചാണകപ്പൊടിയൊക്കെ മേടിക്കാൻ പോകണം കേട്ടോ. ഇതുണ്ട് ഞങ്ങൾ ചേമ്പ്. അവിടെ തുഞ്ച് വെട്ടി കിടക്കണം. മാമ ഇനി നടാനുള്ള ഇത് കുന്നുമാതിരി ആക്കൂലേ നമ്മൾ, അതുപോലെ ആക്കുക കേട്ടോ.